ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐ, സിപിഎം പാർട്ടികളുമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഡിഎംകെ. സഖ്യത്തിൽ ഇരു പാർട്ടികൾക്കും 2 വീതം സീറ്റ് നൽകാനാണ് ധാരണയായത്. എന്നാൽ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കുമെന്നത് പിന്നീട് തീരുമാനിക്കും. വ്യാഴാഴ്ച രാവിലെ ഡിഎംകെ ആസ്ഥാനത്ത് ഇടതു പാർട്ടി നേതാക്കളുമായി ഡിഎംകെ അധ്യക്ഷൻ എം.കെ. സ്റ്റാലിൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. 2019 തെരഞ്ഞെടുപ്പിലും സിപിഎമ്മും സിപിഐയും ഡിഎംകെയുമായി സഖ്യത്തിലായിരുന്നു മത്സരിച്ചത്. അന്ന് കോയമ്പത്തൂർ, മധുര ലോക്സഭാ മണ്ഡലങ്ങളിലാണ് സിപിഎം മത്സരിച്ചിരുന്നത്. നാഗപട്ടണം, തിരുപ്പൂർ എന്നിവിടങ്ങളിൽ സിപിഐയും. ഇരു പാർട്ടികളുടെ 4 സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു. ഇത്തവണയും തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് സിപിഎം. അങ്ങനെയെങ്കിൽ നടനും മക്കൾ നീതി മയ്യം തലവനുമായ കമൽഹാസന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഡിഎംകെയുമായി സഖ്യത്തിനുള്ള നീക്കങ്ങൾ കമൽഹാസൻ ആരംഭിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനാണ് കമൽഹാസൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ നിന്ന് കമൽഹാസൻ മത്സരിച്ചിരുന്നു. അന്ന് കോയമ്പത്തൂർ സൗത്തിൽ മത്സരിച്ച അദ്ദേഹത്തിന് പക്ഷേ പരാജയം രുചിക്കേണ്ടി വന്നു. 1540 വോട്ടുകൾക്ക് ബിജെപിയുടെ വാനതി ശ്രീനിവാസനോടായിരുന്നു കമൽഹാസൻ പരാജയപ്പെട്ടത്. തോറ്റെങ്കിലും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് തന്നെയായിരിക്കുമെന്നാണ് കമൽഹാസൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കമൽഹാസൻ കോയമ്പത്തൂർ മത്സരിച്ചാൽ തെങ്കാശി സീറ്റ് സിപിഎമ്മിന് നൽകാനായിരിക്കും ഡിഎംകെയിലെ ആലോചന എന്നുള്ള അഭ്യൂഹങ്ങളുമുണ്ട്. എന്നാൽ സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കാൻ സിപിഎം തയ്യാറാകില്ലെന്നാണ് തമിഴ്നാട് സിപിഎം സെക്രട്ടറി കെ ബാലകൃഷ്ണൻ ആവർത്തിച്ചു പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഡിഎംകെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നതും. ഡിഎംകെ നേതൃത്വം നൽകുന്ന മുന്നണിയിൽ സിപിഎമ്മിനെയും സിപിഐയെയും കൂടാതെ കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ കക്ഷികളെല്ലാം ഭാഗമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 39 സീറ്റിൽ 38ലും വിജയിക്കാൻ മുന്നണിക്ക് സാധിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ഡിഎംകെ സഖ്യത്തിൽ വൻ തർക്കമാണ് നിലനിന്നത്. കോയമ്പത്തൂർ സീറ്റ് സിപിഎമ്മിന് നൽകാൻ കഴിയില്ലെന്നായിരുന്നു ഡിഎംകെയുടെ നിലപാട്. കോയമ്പത്തൂർ കമൽഹാസന് നൽകാനാണ് ഡിഎംകെ താൽപര്യപ്പെട്ടത്. അതേസമയം സിറ്റിംഗ് സീറ്റ് എന്തു വന്നാലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലായിരുന്നു സിപിഎം. തങ്ങൾക്ക് തന്നെ ഈ സീറ്റ് വേണമെന്ന വാശിയിലായിരുന്നു അവർ. ഞായറാഴ്ച ഈ വിഷയത്തിൽ രണ്ടാമതും ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ തീരുമാനമായില്ല. കോയമ്പത്തൂരിന് പകരം മറ്റൊരു സീറ്റ് നൽകാമെന്നാണ് ഡിഎംകെ സിപിഎമ്മിനെ അന്ന് അറിയിച്ചത്. എന്നാൽ സിപിഎം ഈ ഓഫർ തള്ളുകയായിരുന്നു. ചർച്ചകൾ തുടരുമെന്നായിരുന്നു സിപിഎം നേതാക്കൾ അറിയിച്ചത്. ഒടുവിൽ ഇപ്പോൾ ഏകദേശ ധാരണയിലെത്തിയിരിക്കുകയാണ് ഇരു പാർട്ടികളും.